പയ്യന്നൂർ രക്തസാക്ഷി ഫണ്ടിന്റെ കണക്ക് പുറത്തുവിടാതെ CPM പാർട്ടി അംഗീകരിച്ച കണക്ക് അനുഭാവികളുടെ യോഗത്തിൽ വിശദീകരിക്കും. പാർട്ടി അംഗങ്ങൾ, അനുഭാവികൾ, പാർട്ടിയെ സ്നേഹിക്കുന്നവർ എന്നിവരെ പങ്കെടുപ്പിച്ച് ഇതിനായി കുടുംബ സംഗമം നടത്തും എന്നാണ് ജില്ലാ സെക്രട്ടറി കെ രാഗേഷ് അല്പം മുമ്പ് വാർത്താസമ്മേളനത്തിൽ വിശദീകരിച്ചത്. ടി മസൂദിനോടുള്ള പകയും ഭാവനാവിലാസവുമാണ് വി കുഞ്ഞികൃഷ്ണന്റെ പുസ്തകത്തിലുള്ളത് എന്ന് CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആരോപിക്കുന്നു. പാർട്ടി കമ്മിറ്റി 2022 ജൂൺ മാസം 24-ാം തീയതി ഏരിയ കമ്മിറ്റി അംഗീകരിച്ച വരവ് ചെലവ് കണക്ക് പാർട്ടി മെമ്പർമാരോട് പറഞ്ഞിട്ടുണ്ട്. ഫണ്ട് ശേഖരിച്ച പാർട്ടി മെമ്പർമാരിൽ നിന്നാണ്, പാർട്ടിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സഹകരണ ജീവനക്കാരിൽ നിന്നാണ്. ഞങ്ങൾ എല്ലാ ബൂത്തുകളിലും പാർട്ടിയുടെ അനുഭാവി യോഗങ്ങൾ ചേരുന്നുണ്ട്. ആ അനുഭാവി യോഗത്തിൽ അന്ന് അംഗീകരിച്ച വരവ് ചെലവ് കണക്ക് കൃത്യമായിട്ട് അവതരിപ്പിക്കും. ഞങ്ങൾക്കൊന്നും മറച്ചു വെക്കേണ്ട പ്രശ്നമില്ല. ആ വരവ് ചെലവ് കണക്ക് പാർട്ടി മെമ്പർമാരോട് പറഞ്ഞതാണ്. അതേ കണക്ക് പാർട്ടിയുടെ അനുഭാവി യോഗം എല്ലാ ബൂത്തുകളിലും ഞങ്ങൾ കുടുംബ സംഗമങ്ങൾ സംഘടിപ്പിക്കാൻ പോവാണ്. കുടുംബ സംഗമങ്ങളിൽ കൃത്യമായിട്ട് വരവ് ചെലവ് കണക്ക് അവതരിപ്പിക്കും. നിങ്ങൾ പ്രതിനിധീകരിക്കുന്നത് ജനങ്ങളെയല്ല, നിങ്ങൾ പ്രതിനിധീകരിക്കുന്ന ഓരോ ചാനലുകളെയാണ്. ആ ചാനലുകളുടെ മുമ്പാകെ ഇപ്പോൾ ഈ കണക്ക് അവതരിപ്പിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ജനങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കും. ഫെലിക്സ് വിവരങ്ങളുമായി കണ്ടുവരുന്നുണ്ട്. ഫെലിക്സ്, ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുമെന്ന് പറയുമ്പോൾ നേരത്തെയുള്ള അതേ നിലപാട് തന്നെയാണല്ലോ. ജനങ്ങളെന്ന് പറയുമ്പോൾ പാർട്ടി പ്രവർത്തകർ, അനുഭാവികളുമായ ആളുകൾ എന്ന നിലയിലാണല്ലോ കെ രാഗേഷ് വിശദീകരിക്കുന്നത്. അതുമല്ല, ഈ പുസ്തകം വന്നതിന് ശേഷം ഈ ആരോപണങ്ങളിൽ മറുപടിയല്ല, നേരത്തെ പാർട്ടി അംഗീകരിച്ച കണക്ക് അവതരിപ്പിക്കുമെന്നാണല്ലോ പറയുന്നത്. അതുതന്നെയാണ് ഏറ്റവും വിചിത്രമായ കാര്യം. അതായത് പാർട്ടി അംഗീകരിച്ച കണക്ക് തെറ്റാണ് എന്നതാണ് കുഞ്ഞികൃഷ്ണന്റെ ആരോപണം. എന്നാൽ ജില്ലാ സെക്രട്ടറി കെ രാഗേഷ് പറയുന്നത് പാർട്ടി അവതരിപ്പിച്ച കണക്ക് അത് ജനങ്ങളെ ബോധ്യപ്പെടുത്തും. ജനങ്ങളെയല്ല, അതായത് പാർട്ടി അംഗങ്ങളെയും അനുഭാവികളെയും ബോധ്യപ്പെടുത്തുമെന്നതാണ്. മാത്രമല്ല, നേരത്തെ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞത് ഈ ധനരാജ് രക്തസാക്ഷി ഫണ്ട് അത് പൊതുജനങ്ങളിൽ നിന്ന് പിരിച്ചതാണെന്നതാണ്. പക്ഷേ കെ രാഗേഷ് പറയുന്നത് അത് പൊതുജനങ്ങളിൽ നിന്ന് പിരിച്ചതല്ല, പാർട്ടി മെമ്പർമാരും ഒപ്പം തന്നെ സഹകരണ, അതായത് ഇടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കുന്ന സഹകരണ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവരിൽ നിന്ന് പിരിച്ച ഫണ്ടാണ്. അതുകൊണ്ട് അത് അവരെ മാത്രം ബോധ്യപ്പെടുത്താൽ മതി എന്നതാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. ഒപ്പം തന്നെ TI മധുസൂദനോടുള്ളൊരു പക, ആ പക വെച്ച് പുലർത്തിയാണ് കുഞ്ഞികൃഷ്ണൻ ഈ പുസ്തകം എഴുതിയിട്ടുള്ളത്. അതുകൊണ്ട് ആ പകയുടെ പുറത്തെഴുതിയ കാര്യങ്ങൾ എല്ലാം തെറ്റാണ്. പകയുടെ കണക്ക് പുസ്തകം എന്നാണ് കുഞ്ഞികൃഷ്ണ പുസ്തകത്തിന് പേരിടേണ്ടത് തുടങ്ങിയ കാര്യങ്ങളാണ് പറയുന്നത്. ഏതായാലും കെ രാഗേഷ് ഒരു കാര്യത്തിന് പോലും കൃത്യമായ ഉത്തരം, അതായത് ഈ കണക്കുകൾ സംബന്ധിച്ച് വ്യക്തത വരുത്താനേ തയ്യാറാവുന്നില്ല. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം തെരഞ്ഞെടുപ്പ് ഫണ്ടുമായി ബന്ധപ്പെട്ടതാണ്. ഈ തെരഞ്ഞെടുപ്പ് ഫണ്ടിൽ ഈ റെസീറ്റുകൾ, വ്യാജ റെസീറ്റുകൾ അടിച്ചു അല്ലെങ്കിൽ വ്യാജ റെസീറ്റുകൾ ഉണ്ടായി എന്നത് സത്യമാണ്. അതുമായി ബന്ധപ്പെട്ട് ഓഫീസ് സെക്രട്ടറിക്കെതിരെ നടപടിയെടുത്തു എന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ ഈ വ്യാജ റെസീറ്റ് ഉപയോഗിച്ച് ഫണ്ട് പിരിച്ചു എന്നതാണ് പ്രധാനപ്പെട്ട ആരോപണം. അങ്ങനെ CPM പോലൊരു പാർട്ടിയുടെ പേരിൽ ഇങ്ങനെ വ്യാജ റെസിറ്റ് ഉപയോഗിച്ച് ഫണ്ട് പിരിച്ചിട്ടുണ്ടെങ്കിൽ അത് എത്ര രൂപ പിരിച്ചു, അല്ലെങ്കിൽ എത്ര രൂപ അവിടെ ക്രമക്കേട് നടന്നു എന്ന ചോദ്യമുണ്ട്. അങ്ങനെ ഒരു ക്രമക്കേടും നടന്നിട്ടില്ല എന്നതാണ് കെ രാഗേഷ് പറയാൻ ശ്രമിച്ചത്. ഏതായാലും ഈ വിഷയത്തിൽ കുഞ്ഞികൃഷ്ണൻ ഉന്നയിച്ച പൊതുസമൂഹത്തിന് മുന്നിൽ അദ്ദേഹം ഉന്നയിച്ച വിഷയങ്ങളിൽ കൃത്യമായ മറുപടി ഇന്നും കെ രാഗേഷ് നൽകിയിട്ടില്ല. അദ്ദേഹം പറയുന്നത് ഇതൊക്കെ തന്നെ പാർട്ടി അംഗങ്ങൾക്കും അനുഭാവികൾക്കും മുൻപാകെ തങ്ങൾ അവതരിപ്പിക്കുമെന്നാണ്. അപ്പോൾ രതീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ പാർട്ടി അംഗീകരിച്ച കണക്ക് 2022 പാർട്ടി ഏരിയ കമ്മിറ്റിയിൽ അവതരിപ്പിച്ച കണക്കാണ്. ആ കണക്ക് അവതരിപ്പിക്കുമ്പോൾ അന്ന് ഏരിയ കമ്മിറ്റി അംഗങ്ങൾ ഇത് തെറ്റാണ് എന്ന് പറഞ്ഞപ്പോൾ അന്ന് പാർട്ടി ജില്ലാ നേതൃത്വം സ്വീകരിച്ചത്, കുഞ്ഞികൃഷ്ണൻ പറയുന്നത് ദയവ് ചെയ്ത് ഇത് അംഗീകരിക്കണം, അല്ലെങ്കിൽ പാർട്ടിക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നതാണ്. അങ്ങനെ ജില്ലാ നേതൃത്വം പറഞ്ഞ് ഏരിയ കമ്മിറ്റി അംഗീകരിപ്പിച്ച ഒരു കണക്കാണ് വീണ്ടും പാർട്ടി അംഗങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി അവർക്ക് മുമ്പിൽ അവതരിപ്പിക്കുമെന്ന് ജില്ലാ സെക്രട്ടറി വ്യക്തമാക്കുന്നത്. ഏതായാലും ഈ കുഞ്ഞികൃഷ്ണൻ ഉന്നയിച്ച ഗുരുതര ആരോപണത്തെ അതേപടി നിലനിർത്തിക്കൊണ്ടും അതിൽ ഒരു വ്യക്തമായ മറുപടി നൽകാൻ ഏതായാലും ഇന്നും കെ രാഗേഷിന് കഴിഞ്ഞിട്ടില്ല. അതായത് ഈ ധനരാജ് രക്തസാക്ഷി ഫണ്ടിൽ 91 ലക്ഷം രൂപയെങ്കിലും നഷ്ടമായി എന്നതാണല്ലോ കുഞ്ഞികൃഷ്ണൻ ഈ പുസ്തകത്തിലൂടെ കണക്കുകൾ ഉന്നയിച്ചുകൊണ്ട് വിശദീകരിക്കുന്നത്, ആരോപണം ഉന്നയിച്ചത്. പക്ഷേ അക്കാര്യത്തിലൊരു മറുപടി പറയാതെ പോകാൻ കഴിയുന്ന സാഹചര്യം എങ്ങനെയാണ്? പാർട്ടി നേരത്തെ അംഗീകരിച്ച കണക്ക് മാത്രം, അതും പാർട്ടിയുമായി അടുത്ത് നിൽക്കുന്നവരുമായി മാത്രം, അതായത് പൊതുസമൂഹത്തിൽ ഈ കണക്ക് ചർച്ച ചെയ്യപ്പെടുന്നില്ല എന്ന നിലയിൽ തന്നെ ഇപ്പോൾ കെ രാഗേഷ് നിലപാട് സ്വീകരിക്കുന്നു. നേരത്തെ ഉണ്ടായിരുന്ന നിലപാടിൽ നിന്ന് ഒരു വ്യത്യാസവും ഇല്ല എന്നല്ലേ മനസ്സിലാക്കേണ്ടത്?
തീർച്ചയായിട്ടും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ധനരാജ് രക്തസാക്ഷി ഫണ്ടും ഒപ്പം അവിടെ ഏരിയ കമ്മിറ്റി ഓഫീസ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഫണ്ടും അടക്കം ഈ രണ്ട് ഫണ്ടുകളിൽ 91 ലക്ഷം രൂപയുടെ തട്ടിപ്പ് നടന്നു എന്നതാണ് കുഞ്ഞികൃഷ്ണന്റെ ആരോപണം. അതായത് ധനരാജ് രക്തസാക്ഷി ഫണ്ടിൽ നിന്നും ഏതാണ്ട് 35 ലക്ഷം രൂപയോളം വക മാറ്റിയിട്ടുണ്ട് എന്നതാണ്. അപ്പോൾ 35 ലക്ഷം രൂപ വക മാറ്റി എന്നാണ് ഏരിയ കമ്മിറ്റിയിൽ അറിയിച്ചത്. പക്ഷേ ജില്ലാ കമ്മിറ്റി അത് പറയുന്നു അല്ല, അത് 40 ലക്ഷമാണ് എന്ന്. ഈ വക മാറ്റിയ തുക അത് എന്തിനൊക്കെ ഉപയോഗിച്ചു, ആ വക മാറ്റിയ തുക തിരികെ ഇതിലേക്ക് വന്നിട്ടുണ്ടോ? ഇപ്പോൾ അവർ പറയുന്നത്, പാർട്ടി പറയുന്നത് പ്രധാനമായും ഇത് ഈ പണം അത് കേസുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാനാണ് എന്നതാണ്. കേസ് നടത്തുന്നത് നമുക്കറിയാം പ്രോസിക്യൂഷനാണ്, അല്ലെങ്കിൽ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ വെക്കും, അതൊക്കെ സർക്കാരാണ് ഫണ്ട് നൽകുന്നത്. ഇനിയിപ്പോൾ കുറച്ചുകൂടി പണം അധികം വന്നാൽ പോലും ഈ 40 ലക്ഷം 50 ലക്ഷം രൂപയൊക്കെ എവിടെ എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അതിലൊന്നും തന്നെ കൃത്യമായി മറുപടി പറയാൻ ഏതായാലും കെ രാഗേഷിന് കഴിഞ്ഞിട്ടില്ല. ഈ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ ഫണ്ട് വകമാറ്റിയതുമായി ബന്ധപ്പെട്ട് ഏരിയ കമ്മിറ്റിയിൽ ഈ കണക്ക് അവതരിപ്പിച്ചപ്പോൾ അതിൽ വ്യക്തതക്കുറവുണ്ടായിരുന്നു. ആദ്യം ഏരിയ കമ്മിറ്റി ഈ കണക്കുകളൊന്നും തന്നെ അംഗീകരിക്കാൻ തയ്യാറായില്ല. ആ സമയത്താണ് അതിൽ ഈ കുഞ്ഞികൃഷ്ണൻ ഈ ആരോപണങ്ങൾ, ഗുരുതരമായ ഈ ആരോപണങ്ങൾ, ഈ ഫണ്ട് ഇത്ര രൂപ ഇന്ന ഇടങ്ങളിൽ, അതായത് അന്നത്തെ ഏരിയ സെക്രട്ടറിയുടെ അക്കൗണ്ടിലേക്ക് ഈ പണം പോയിട്ടുണ്ട്, അദ്ദേഹം ആ അക്കൗണ്ട് വഴി ആ പണം തൻ്റെ അക്കൗണ്ടിൽ നിന്ന് പിൻവലിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പണം എന്തിനാണ് ഇദ്ദേഹം പിൻവലിക്കുന്നത്? ഏരിയ കമ്മിറ്റിയുടെ അക്കൗണ്ടിലുള്ള ഫണ്ട് അതൊരു ഏരിയ സെക്രട്ടറിയുടെ അക്കൗണ്ടിലേക്ക് മാറ്റി അയാൾ ആ ഫണ്ട് പിൻവലിക്കുന്നു. അപ്പോൾ അതിന്റെ ആവശ്യം എന്ത്? അങ്ങനെയുള്ള ചോദ്യങ്ങൾക്കൊന്നും തന്നെ കൃത്യമായ ഉത്തരം ഏതായാലും കെ രാഗേഷ് നൽകിയിട്ടില്ല. ഇനിയിപ്പോൾ കൃത്യമായ ഉത്തരമില്ല. പൊതുസമൂഹത്തിന് മുന്നിൽ കണക്ക് വിശദീകരിക്കില്ല. കണക്കിലെ പൊരുത്തക്കേട് ചൂണ്ടിക്കാണിച്ചത് അക്കാര്യത്തിലും വിശദീകരണമില്ല. മാധ്യമങ്ങളോട് പറയേണ്ടതില്ല. പാർട്ടിയിൽ അക്കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ കണക്കുകൾ അംഗീകരിച്ചിട്ടുണ്ട്. ആ കണക്ക് വിശദീകരിക്കും. അത് കുടുംബയോഗം വിളിച്ചാണ് എന്ന് പറയുമ്പോൾ പാർട്ടിയുടെ ശക്തി കേന്ദ്രത്തിൽ പാർട്ടി പ്രവർത്തകർക്കിടയിലായിരിക്കും അത്തരം കുടുംബയോഗങ്ങൾ എന്ന കാര്യവും വ്യക്തമാവുകയാണ്. ഫെലിക്സ് ആണ് വിവരങ്ങൾ നൽകിയത്.